ക്യാമ്പുകളിൽ നിങ്ങൾ എത്തി വളരെ പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നതാണ്. സൗകര്യങ്ങളൊക്കെ ഈ ക്യാമ്പിലൂടെ വെളിച്ചം പോലും ഇല്ല. മോശം പറഞ്ഞാൽ മോശം അഭിപ്രായം. വെളിച്ചമില്ല, യാതൊന്നുമില്ല. ഞങ്ങൾ ആകെപ്പാടെ അനാഥയായിട്ട് നടക്കും. എന്ത് സൗകര്യങ്ങളാണ്, എന്തുവാ, എന്തിനാ ഇത് എന്തോനാ ഈ ഗവൺമെന്റ്? വെറുതെ എല്ലാം പറഞ്ഞ് എന്തെങ്കിലും അർത്ഥം ഉണ്ടാക്കല്ലേ. അല്ലെങ്കിലും ആരാന്റെ അമ്മയ്ക്ക് മന്ത്രിയാലി വന്നാ കണ്ടു നിൽക്കണോന്ന് നല്ല രസമായിരിക്കുമല്ലോ. എന്തോനാ ഈ ഗവൺമെന്റ്? ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇവര് കയറി പോന്നു. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ. എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്ത് ഡീസന്റ് ആയിരുന്നു വിജയൻ. കണ്ണിൽ ഉണ്ണിയാണ് തള്ള കൊളാക്കും. കണ്ണിൽ ഉണ്ണിയല്ല, കണ്ണിൽ ഉണ്ടമ്പുരി. ലൈവ് പരിപാടിയാണ്, എല്ലാം നശിപ്പിച്ചനെ. ഒറ്റടുപ്പിന് എല്ലാം എടുത്തു കൊടുത്താ. സത്യം പറഞ്ഞാൽ ഈ ക്യാമ്പ് തന്നെ പരാജയമാണ്. ഒന്നാമത് ഇന്നിപ്പോ രാവിലെ അവർക്ക് ബാത്റൂമിൽ പോകാൻ വെള്ളമില്ല. ഇതൊക്കെ വെള്ളമൊക്കെ എത്തിച്ചു കൊടുക്കാൻ നിഷ്പ്രയാസമായിട്ട് കഴിയുന്നത്. യുദ്ധഭൂമിയിൽ ഒരു പുതിയ പഠനം. ക്യാമ്പ് തീർത്തും പരാജയമാണ്. ഇപ്പൊ സർക്കാർ സംവിധാനം ഇപ്പൊ പൊളിയാണ്. ഇതൊക്കെ എന്ത് ദ്രോഹാടോ. സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ മന്ത്രി പറഞ്ഞിട്ട് പോവല്ല. അത് ഇത് ജനപ്രതിനിധികൾ കുറെ ജനപ്രതിനിധികളെ എടുത്തുകൊണ്ട് കാര്യങ്ങൾ നടന്നുള്ളൂ. അവര് പോയി വെല്ലോറയിൽ നിന്ന് മേടിച്ച് അവര് കൊടുത്താ. അല്ലാതെ ഇത് ഭരണാധികാരികൾ തീർത്തും പരാജയമാണ്. എന്റെ പുന്നരെ എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നീ ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഫീൽഡിൽ പിടിച്ചിരിക്കും? ഡോക്ടറെ വിളിച്ചിട്ട് കൊടുക്കാമെന്ന് അത് ഇപ്പോഴല്ലേ കൊടുത്തേ? ഇന്നലെ വൈകിട്ട് തൊട്ട് അവർ പറയാമെന്നോ? നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? 10 മണിക്ക് വിളിച്ചാൽ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നിങ്ങൾ ഇടപെടേണ്ടത്. ഇവിടെ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. നീ ഒരു ഹിമാലയ ഫ്രോഡാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അടുത്ത് നമ്പർ ഇറക്കിയാലുണ്ടല്ലോ, നിന്നെ മടക്കി ഒടിച്ച് ചീട്ടി കൂട്ടും ഞാൻ. ഇവിടാണ് ഹെൽത്തുകാർ നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ. ഹെൽത്തുകാരല്ലേ നിൽക്കുന്നത്. ഹെൽത്തുകാർ ഫുൾ കോറത്തിൽ ഇവിടെ നിൽക്കുക. അപ്പൊ ഈ കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ അവർ അവിടോട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് മേടിച്ചാൽ പോരെ. ഇതിനകത്തെ ഒരു ത്രില്ലില്ല. ക്യാമ്പ് സജ്ജീകരണം ഇവിടെ വെളിച്ചം പോലും ഇല്ല. അപ്പോൾ ഒരു ജനറേറ്റർ സംവിധാനം ഇല്ല ഇവിടെ. ജനറേറ്റർ ഇന്നലെ രാത്രിയിലുണ്ട്, ഇവിടെ പ്രവർത്തിക്കുന്നില്ല. ഫുൾ ടൈം പ്രവർത്തനമുണ്ട്. ജനറേറ്റർ ഇന്നലെ 7 മണിയായപ്പോൾ കൊണ്ടുവച്ചാണ് ഇന്ന് രാവിലെ വരെ. ഇപ്പോഴും ജനറേറ്റർ നിങ്ങൾക്ക് ലൈവായിട്ട് നോക്കാമല്ലോ. ഒത്തില്ല. ആ മൂപ്പിൽ ഒപ്പിക്കാൻ നടക്കുക. അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കറയിട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. എന്താ അവർക്ക് വേണം? ഞങ്ങൾ ഇവിടെ റെഡിയാണ്. ഇവിടെ ഉദ്യോഗസ്ഥരുണ്ട്, പഞ്ചായത്തിന്റെ 5 ഉദ്യോഗസ്ഥരുണ്ട്, വില്ലേജ് ഓഫീസറുണ്ട്, എല്ലാവരും ഉണ്ട്. എന്തെങ്കിലും ഉണ്ട് ഞങ്ങളോട് പറയണം. അല്ല അവിടെ ഇവിടെ നടന്ന് ചുമ്മാ കുറ്റം പറയാൻ വേണ്ടി ആണെങ്കിലും പറഞ്ഞിട്ട് കാര്യം. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ? വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. രാവിലെ എന്തൊക്കെയോ പരാതി, അമ്മയ്ക്ക് എന്തൊക്കെയോ വിഷമമുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തായിരുന്നു? എന്റെ മോനെ എനിക്കൊന്നും അറിയത്തില്ല. എനിക്കറിയാൻ പാടില്ല. ഞാൻ വരുന്ന വഴിക്കേണ്ടതാണ്. ഞാൻ പോണ്. ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. എനിക്കൊന്നും അറിയത്തില്ല. എന്റെ അടുത്ത് നിന്ന് വിജിരിമോൻ പറഞ്ഞു ഇന്നതുപോലൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളു കാര്യം, അല്ലാതെ ഒരു കാര്യവും ഇല്ല. തൂക്കിയല്ലോ നാദാ. എടാ നീ അല്ലാതെ ബിജു ബ്രാഹ്മണന്റെ വാക്ക് കേട്ട് അയാളുടെ കൂടെ പോവോ? ഇന്നല്ലാതെ കാശിന് അത്യാവശ്യം വരുമ്പോ അത് സംഘടിപ്പിച്ച് തരാന്ന് പറയുന്നവന് ഏത് ചെറ്റയാണെങ്കിലും നമുക്ക് ദൈവദൂതനായിട്ട് തോന്നും. ആ അമ്മ പറയുന്ന ബിജുലു പി ഈശോ ആണ് നമുക്കൊപ്പം ഉള്ളത്. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. താങ്കൾ പിണറായി വിജയനാണ് ഇതിനേക്കാൾ നല്ലതെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു എന്നതാണ് ആ അമ്മച്ചി പറയുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പക്ഷെ ഞാൻ പുള്ളിക്കാരിയോട് അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടേ ഇല്ല. എന്നെ സംബന്ധിച്ച് അതിന്റെ ആവശ്യവുമില്ല. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല ഒരു കാരണവശാലും. എന്നെ സംബന്ധിച്ച് ഞാൻ 3 ടേമായിട്ട് ജനപ്രതിയാണ് കോഴിക്കലിനെ. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. ഞാൻ ആ പുള്ളിക്കാരിയുമായിട്ട് അങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല. ശരിയാണ്, ഞാൻ എൻ്റെ ഒരു ഇതാണ് ചാനൽ വന്നപ്പോൾ എല്ലാവരും കയറി നിൽക്കാൻ പറഞ്ഞപ്പോൾ അവന് കയറിയെന്നു. ഞാൻ CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. അമ്മയുടെ മോളെന്ന് പറയുന്നത് കോഴഞ്ചേരി പഞ്ചായത്തിലൊരു ജീവനക്കാരിയാണ്. എന്ന് വെച്ചാൽ പുള്ളിക്കാരി ഒരു കോൺഗ്രസ്സുകാരിയാണ്. ഉപ്പുമാങ്ങ ഭരണി എന്ന് പറയുമ്പോ അപ്പുണ്ണേരെ കുണ്ടിനാ. അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 കോരി ഒഴിക്കും. അമ്മ സ്വാഭാവികമായിട്ട് മോള് ചെന്നും അതുപോലെ തന്നെ ആ വാർഡ് മെമ്പറും ചെന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് അവർ തിരുത്തി പറഞ്ഞതേ ഉള്ളൂ. അല്ല എന്തിന്റെ കുഞ്ഞാണോ ഇത്? ശകലകലാവല്ലഭൻ. പക്ഷെ വകടിരിവ് വട്ടപ്പൂജ്യം. UDF ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ നാടിന്റെ വികസനം. എന്ത് എങ്ങനെ ഈ പറയുന്ന ഈ ഡെവലപ്മെന്റ് ഒക്കെ നിങ്ങൾ നോക്കി. കഴിഞ്ഞ പ്രാവശ്യം വീണ ജോർജ് ചെന്നപ്പോൾ ഈ പറയുന്ന റോഡുകളൊക്കെ BMS ഏതാണ്ട് 100 കോടി രൂപയുടെ വികസനമാണ് ഈ പഞ്ചായത്തിൽ മാത്രം നടന്നത്. അല്ലടാ ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിക്കാണ്ട് എല്ലാവരും വിശ്വസിക്കും. കാരണം എന്താ അറിയോ? അവരൊക്കെ നമ്മളെക്കാൻ മണ്ടന്മാരാടാ. ഇപ്പോ ഉള്ള വിവാദത്തിൽ മനസ്സാവാച കർമ്മണ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ട്. 100% എന്നെ സംബന്ധിച്ച് എന്നെ അറിയാവുന്ന ആളുകൾ ഞാൻ പറഞ്ഞില്ല, എന്നെ അറിയാം. ഞാൻ ഇപ്പം തന്നെ അമ്മയോട് നിങ്ങൾ സത്യസന്ധമായിട്ട് ചോദിക്കണം. ഞാനൊരു അക്ഷരം പുള്ളിക്കായിട്ട് സംസാരിച്ചിട്ടില്ല. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല.
എന്നെ അറിയാവുന്ന ആളുകളുണ്ട്, വർഷങ്ങളായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്നത്. അതിനകത്ത് കോൺഗ്രസ് വന്നാലും ഞാൻ സപ്പോർട്ട് ചെയ്യും. എന്നുവെച്ചാൽ നാടിന്റെ വികസനമാണ് എന്റെ ലക്ഷ്യം. മാല വേണ്ടെന്ന് വെക്കാം. ഈ ആണുങ്ങൾക്കൊരു നെലിയും വലിയുണ്ട്, അത് നിങ്ങളായിട്ട് നശിപ്പിക്കരുതെന്നൊരു അപേക്ഷയുണ്ട്. ചെമ്പെടുക്കാനായിട്ട് ഇതൊക്കെ പണി ഞാൻ തരുന്നുണ്ട്.